ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ പ്ലഷർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ്. നേരടിച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അതും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ബെൻഡെക്സിൻ്റെ പെർഫോമൻസും വർക്കിങ്ങും ഒക്കെ ഓക്കെയാണ്, നല്ലൊരു പ്രോബ്ലം ഇല്ല. ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണത്, അതിൻ്റെ പെർഫോമൻസും വർക്കിങ്ങും ഒക്കെ ഓക്കെയാണ്, വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മളൊന്ന് അഴിച്ചു നോക്കണുണ്ട്. ബെൽറ്റ് വേറെ കംപ്ലൈൻറ്റ് ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഈ ഓൾറെഡി സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അഴിച്ച് നോക്കണം. കാരണം ഞാൻ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അതേപോലെ ക്ലച്ച് ഗ്രീസിങ് ഒക്കെ ആവശ്യമാണ് ഈ കൂട്ടത്തിൽ ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ജനറൽ സർവീസിൽ നമ്മളത് ചെക്ക് ചെയ്യണത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ലതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. CVT ക്ലച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് നോക്കി ഗ്രീസിങ് ആവശ്യമുള്ളത് ഗ്രീസിങ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് തുറക്കേണ്ട ഭാഗങ്ങൾ ക്ലീൻ ചെയ്യണം. ഓയിൽ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് അയക്കണം നമ്മൾ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, അതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊന്നും കാര്യമായിട്ട് ചെളിയ കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് അഴിച്ച് ഓപ്പണായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഹെഡിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ അങ്ങനെ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയ ഫിൽറ്റർ കിടക്കണേ. സ്പാർക്ക് പ്ലഗ് ആയാലും പുതിയ പ്ലഗ്ഗാണ്. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തേക്കൂടെ പ്ലഗും മാറ്റിയേക്കണതാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബുഷുകൾക്ക് വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കേബിളുകളായാലും ഈ ഒരു കേബിൾ ചെറിയൊരു ഔട്ടർ വലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് പുതിയ കേബിൾ, വലിയ കുഴപ്പമില്ലാത്ത കേബിളാണ്. പക്ഷേ ഈ കേബിൾ പഴയ കേബിളാണ്, കുറച്ച് കുഴപ്പമായിട്ടുണ്ട്, ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്നേരം നമുക്കിപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഓയിലൊക്കെ കൊടുത്ത് നമുക്ക് റീസെറ്റ് ആകും. പിന്നെ ബാറ്ററി നമുക്കിതുമ്മേ ഇരിക്കുന്നത് 2023 മോഡൽ പുതിയ ബാറ്ററി ഇരിക്കണേ. ബാറ്ററി വാറണ്ടിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വാറണ്ടി സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.84 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലയിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണേ. ഓക്കെ കേട്ടോ, കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കിതുമ്മേ ഇരിക്കണ CD യൂണിറ്റൊക്കെ പുതിയതായിട്ട് കാണുന്നു. ഇടയ്ക്ക് എപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റിയേക്കണതാണ്. നല്ല പുതിയ CD ആണ് അതും ഇരിക്കണം കേട്ടോ. പിന്നെ വേറെ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട ഒന്നാണ് വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ സീറ്റിൻ്റെ ഈ ലോക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്കതൊന്ന് ചേഞ്ച് ചെയ്തിടാം. സെൽഫിൻ്റെ സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സെൽഫ് അടിച്ചപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, വർക്കിംഗ് ഒക്കെയാണ്. പക്ഷേ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുമ്മേ ഈ ആക്റ്റീവ് മോഡൽ വണ്ടികൾക്ക് വന്നതൊക്കെ പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചുകളാണ് വരാം. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ചില ഇടയ്ക്ക് കംപ്ലൈൻറ്റ് വരും. പിന്നെ അത് അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമുക്കതിങ്ങനെ പൊട്ടിപ്പോരുന്ന കണ്ടീഷനിലേക്ക് വരും. പിന്നീട് അത് മാറ്റേണ്ട സിറ്റുവേഷൻ വരും. ഇപ്പം നിലവിൽ അത്ര മേജറായിട്ടുള്ള പ്രശ്നം തോന്നണമൊന്നുമില്ല. സെൽഫ് അടിക്കാൻ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അത് ഒഴിവാക്കി വിടാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ സെൽഫ് അഴിച്ച് ആ സ്വിച്ച് അഴിച്ച് മാറ്റി കളയാന്നുള്ളതാണ്. നമുക്കിപ്പോൾ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല എന്ന് തോന്നണോ, കാഴ്ച തന്നെ വലിയ പഴക്കം തോന്നുന്നില്ല. ആ സ്വിച്ച് അങ്ങനെയാണ്, പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ചില കേസിൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. പുതിയതിട്ടാലും കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ. അതിനകത്ത് നമുക്ക് എൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, സീറ്റിൻ്റെ കേബിൾ കാര്യങ്ങൾ മാറുന്നുണ്ട്, സർവീസ് വർക്ക്. ഞാൻ ഇത്രയും ഭാഗം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.